വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ ഇടവക പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് അതിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഒരിടവകയുടെ പെരുന്നാൾ ഇടവകക്കാരുടേത് മാത്രമല്ല, ഒരു നാടിൻ്റേത് മുഴുവനാണ് എന്നുള്ളത് നമുക്കറിയാം. അമ്മയുടെ മധ്യസ്ഥതയാൽ ദൈവം നമ്മോട് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലാണ് ഏറ്റവും അധികം പെരുന്നാളുകൾ ഉള്ളത് എന്ന് നമുക്കറിയാം. ഏറ്റവും പ്രധാനമായി ഓഗസ്റ്റ് 15 അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ സഭ ആചരിക്കുന്നു. ജനുവരി 15 അമ്മയുടെ നാമത്തിൽ വിത്തുകളെ പ്രതിയുള്ള പെരുന്നാൾ ആചരിക്കുന്നു. മാർച്ച് മാസം 26 ദൈവമാതാവിൻ്റെ പുകഴ്ച പെരുന്നാൾ സഭ ആചരിക്കുന്നു. അതുകൂടാതെ സഭ ഔദ്യോഗികമായി ആചരിക്കുന്നില്ല എങ്കിലും നവംബർ 8 ധാരാളം ആളുകൾ നോമ്പ് നോക്കി ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളും ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണത് ഔദ്യോഗികമല്ലാത്തത് എന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാം. സഭയുടെ പാരമ്പര്യത്തിൽ വാങ്ങിപ്പോകുന്ന ദിവസം, മരണ ദിവസമാണ് പെരുന്നാൾ. യേശു തമ്പുരാൻ്റെ ജനനം മാത്രമേ ഉള്ളൂ സഭ പെരുന്നാളായി ആഘോഷിക്കുക. അപ്പം ഇങ്ങനെ ഈ പെരുന്നാളുകളുടെ എണ്ണം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം പരിശുദ്ധ അമ്മയ്ക്ക് സഭ നൽകുന്ന സ്ഥാനം എന്താണ് എന്ന്. ഈ സന്ധ്യയിൽ അമ്മയുടെ ജീവിതത്തിൻ്റെ 2 ക്വാളിറ്റീസ് മാത്രം ഈ പെരുന്നാളിൻ്റെ സന്ദേശമായി പങ്കുവെക്കാം എന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവമാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? എൻ്റെ മനസ്സിൽ ആദ്യം ദൈവത്തിൻ്റെ അമ്മ എന്നുള്ളത് വരും. എന്നാൽ ദൈവത്തിൻ്റെ അമ്മയാകുവാനായിട്ടുള്ള യോഗ്യത അതെന്തായിരുന്നു? അമ്മയുടെ വിശുദ്ധി. ഈ പെരുന്നാൾ നാം ആചരിക്കുമ്പോൾ പ്രഥമമായി പ്രാർത്ഥിക്കേണ്ട, ആഗ്രഹിക്കേണ്ട, ആവശ്യപ്പെടേണ്ട ഒന്ന് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ വിശുദ്ധി ഉണ്ടാകണം എന്ന് തന്നെയാണ്. വളരെയധികം അശുദ്ധമായ ഒരു ലോകത്തിൽ അശുദ്ധി നിറഞ്ഞ് അശുദ്ധി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധയായ അമ്മയെക്കുറിച്ച് നാം ധ്യാനിക്കുന്നത്. ആ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആഴം, അതിൻ്റെ വിശുദ്ധി മനസ്സിലാക്കണമെങ്കിൽ 2 കാര്യമാണ് നാം ചിന്തിക്കേണ്ടത്. ഒന്ന്, ദൈവം ഇറങ്ങി വസിക്കുവാൻ തക്കവണ്ണമുള്ള വിശുദ്ധി അമ്മയ്ക്കുണ്ടായിരുന്നു. 2, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനായിട്ടുള്ള വിശുദ്ധി അമ്മയുടെ ശരീരത്തിന് പോലും ഉണ്ടായിരുന്നു. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, ഈ ബാലികയ്ക്ക് എങ്ങനെ വിശുദ്ധയാകാൻ കഴിഞ്ഞു എന്നതാണ്. ബാലിക എന്നുള്ള വാക്കാണ് മിക്കവാറും നമ്മുടെ ആരാധനാക്രമങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിലെ ഒരു ടീനേജ് ഗേൾ, അവർക്ക് എങ്ങനെ വിശുദ്ധയാകാൻ കഴിഞ്ഞു? നമുക്കറിയാം, നമ്മുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ടീനേജിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളർച്ചയുടെ ഭാഗമാണ്. എങ്കിലും കുറേ അധികം വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ ശരീരത്ത്, അവരുടെ ചിന്തകളിൽ ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ചും ഹോർമോണൽ ചേഞ്ച്, ഹോർമോണുകൾ വ്യത്യാസം വരുന്നത് കൊണ്ട് ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യാൻ, ശരീരത്തെ നിയന്ത്രിക്കുവാനൊക്കെ
വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ഏജാണ് ടീനേജ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഈ പെൺകുട്ടി വിശുദ്ധയായത് എന്നുള്ളതാണ് അത്ഭുതം. അതെങ്ങനെയാ സാധിച്ചത്? ഞാൻ പറയും, അമ്മ ജീവിച്ചത് ദേവാലയത്തിലായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം. അമ്മ പള്ളിയിലായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ദേവാലയം അഥവാ പള്ളി. ദേവാലയം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കെട്ടിടം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് കെട്ടിടങ്ങളും മറ്റ് ക്രമീകരണങ്ങളും മാത്രമല്ല. പിന്നെയോ ദേവാലയം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമാണ്. ഇറ്റ് ഈസ് ആൻ എൻവയോൺമെന്റ്. ഒരാളെ വിശുദ്ധനാക്കുവാൻ, വിശുദ്ധയാക്കുവാൻ ഈ ദേവാലയത്തിൻ്റെ അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് ഈ കാലഘട്ടത്തിൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ആളുകൾ, പ്രത്യേകിച്ചും നമ്മുടെ യുവജനങ്ങളൊക്കെ, അവർ ചിലർ വിദേശത്തേക്കൊക്കെ പോകുന്നു, നാട്ടിലുള്ളവർ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ജോലി ചെയ്യുന്നവർക്കൊക്കെ വിവിധ സാഹചര്യങ്ങൾ കാരണങ്ങളാൽ, പ്രത്യേകിച്ചും നമ്മുടെ ബോർഡ് എക്സാമിനേഷനൊക്കെ എഴുതുന്ന കുട്ടികൾ, നാം അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞായറാഴ്ച പള്ളിയിൽ പോകാതെ പഠിച്ചാലും കുഴപ്പമില്ല എന്ന്. നല്ല മാർക്ക് കിട്ടുമെന്നും നല്ല ജോലി കിട്ടുമെന്നും ഒക്കെ നമ്മൾ അവരെ പഠിപ്പിച്ച് ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ അകറ്റുന്നുണ്ടോ എന്നൊരാകാംക്ഷ എനിക്കുണ്ട്. ഇവിടെ എൻ്റെ മുമ്പാകെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട്, യുവതി യുവാക്കളോടൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പങ്കുവെക്കുകയാണ്. നിങ്ങളൊക്കെ കേരള സിലബസ് ആണോ, ICSE ആണോ, CBSE ആണോ പഠിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ 7ാം ക്ലാസ് വരെ UP സ്കൂൾ വരെ പഠിച്ചത് എൻ്റെ മാത്തൂർ ഗ്രാമത്തിലെ ഗവൺമെൻറ് UP സ്കൂളിലാണ്. ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരാളാണ് ഞാൻ. ഇപ്പം എൻ്റെ വിദ്യാഭ്യാസ ഡിഗ്രി എന്താണെന്ന് മക്കൾക്കറിയാവും. അത് ഈ സമർത്ഥനൊന്നും അല്ല എങ്കിലും എനിക്കൊരു ഡോക്ടറേറ്റ് ഉണ്ട്. അത് അമേരിക്കയിൽ പോയി എടുത്തതാണ്. ഞാൻ അത് പറയാനായിട്ടല്ല വന്നത്. പക്ഷേ മക്കളോട് പറയുന്ന അടുത്ത കാര്യം ശ്രദ്ധിക്കണം. 10ാം ക്ലാസ്സിലെ പരീക്ഷ വന്നപ്പോഴും 12ാം ക്ലാസ്സിലെ പരീക്ഷ വന്നപ്പോഴും ബോർഡ് എക്സാമിൻ്റെ സമയമായാലും മറ്റ് പഠനത്തിൻ്റെ സമയമായാലും ഒരു ഞായറാഴ്ച പോലും ആരാധനയിൽ നിന്ന് വിട്ടു നിൽക്കുകയോ സൺഡേ സ്കൂൾ മുടക്കുകയോ ചെയ്യാതെ പഠിച്ച ഒരാളാണ് ഞാൻ. നിങ്ങളെ ആരൊക്കെയോ, നിങ്ങളുടെ അപ്പനമ്മമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഞായറാഴ്ച ആരാധനയും സൺഡേ സ്കൂളും ഒക്കെ സ്കിപ്പ് ചെയ്ത് പഠിച്ച് മിടുക്കരാകാനാണ്. ശുദ്ധ മണ്ടത്തരമാകാണെങ്കിൽ, കുറച്ചുകൂടെ ഞാനൊരു നാടൻ ഭാഷയിൽ പറഞ്ഞ പൊട്ടത്തരമാകാണിക്കുന്നു. മക്കളോട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇനി നടക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ഒരവസരം കിട്ടിയാൽ ഒരു ഡോക്ടറേറ്റ് കൂടെ എടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. 8ാം ക്ലാസ്സിൽ വിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷയ്ക്ക് പ്രവേശിച്ചതിന് ശേഷം എൻ്റെ ഓർമ്മയിൽ 2 ഞായറാഴ്ചകൾ മാത്രമേ പള്ളിയിൽ പോകാതിരുന്നുള്ളൂ. അത് രണ്ടും രോഗാവസ്ഥയിലായപ്പോൾ, പണിയൊക്കെ പിടിച്ച് കിടന്നപ്പോഴേ. അതല്ലാതെ ഒരു ദിവസം പോലും ഞായറാഴ്ച ആരാധനയോ സൺഡേ സ്കൂളോ ഒഴിവാക്കി ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ദൈവം എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. മാതാപിതാക്കളോടും മക്കളോടുമൊക്കെ എനിക്ക് പറയുവാനായിട്ടുള്ളതാണ്, നിങ്ങളെ വിശുദ്ധമാക്കുന്ന, നിങ്ങൾക്ക് ദൈവവുമായി സംസർഗം ചെയ്യുന്ന
ഈ ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾ മാറരുത്. ഇതിനകത്ത് വളരണം. ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. വീട്ടിലൊക്കെയാണ് വളർന്നതെങ്കിലും പള്ളിയിൽ വളർന്ന ഒരാളാണ്. ഞങ്ങളുടെ ഒരു തലമുറ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതൊക്കെ പറയും. ഞാനിപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ OVBS 3 വർഷം പഠിപ്പിച്ചതാണ്. ആ സമയത്തുള്ള ആളുകളൊക്കെ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരൊക്കെ ഇപ്പോഴും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. അവരൊന്നും പള്ളി വിട്ടു പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് നമ്മെ വിശുദ്ധമാക്കുന്ന ഒരു എൻവയോൺമെന്റ്. ഒരു ബിൽഡിങ്ങിന് അങ്ങേപ്പുറത്തേക്ക് ഇതൊരു എൻവയോൺമെന്റാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള പ്രവേശനം, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ആഗ്രഹം വിശുദ്ധരാകുവാൻ വേണ്ടിയാകണം. നാം ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രശ്നമല്ല. ദൈവം സർവവ്യാപിയാണ്, ഓംനി പ്രസന്റാണ്. ദൈവത്തിൽ നിന്ന് നാം അകലുന്നതിൻ്റെ കാരണം നമുക്ക് അശുദ്ധി ഉണ്ടായതാണ്. അത് ഏദൻ തോട്ടത്തിൽ നമുക്കറിയാം. ആദാമും ഹവ്വായും ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ തന്നെയായിരുന്നു. എന്നാൽ അവർ പാപം ചെയ്തപ്പോൾ അവർ തന്നെയാണ് പോയി ഒളിച്ചിരുന്നത്. അവർ തന്നെയാണ് മാറിപ്പോയത്. അതുകൊണ്ട് നാം ഈ ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തെ കാണേണ്ടത്, ഈ ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കേണ്ടത് വിശുദ്ധരാകണമെന്നുള്ള ആഗ്രഹത്തിൽ കൂടെ തന്നെയാകണം. വേറെ ഒന്നിനും വരണ്ട. മറ്റതൊക്കെ ഉണ്ട്, കൂട്ടായ്മയുണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നാം ഇവിടെ ഈ പള്ളി പണിതിരിക്കുന്നത്, നാം ഇവിടെ ഈ ആരാധനയും പണിതിരിക്കുന്നത് നമ്മെ വിശുദ്ധരാക്കാൻ. വിശുദ്ധരാകുമ്പോൾ എന്ത് സംഭവിക്കും? വിശുദ്ധരാകുമ്പോൾ ദൈവവുമായിട്ടുള്ള സംസർഗം പുനഃസ്ഥാപിക്കപ്പെടും. ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ പോലെയാകും. കാന്തവും ഇരുമ്പും കുറേ നേരം ഒരുമിച്ചിരിക്കുമ്പോൾ കാന്തത്തിൽ നിന്ന് ഇരുമ്പിലേക്ക് ഉള്ളൊരു പ്രവാഹമുണ്ട്, ശക്തിപ്രവാഹം. കുറച്ച് കഴിയുമ്പോൾ കാന്തത്തിൻ്റെ സ്വഭാവം ഇരുമ്പിനും കിട്ടും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ. ദൈവവുമായിട്ടുള്ള സംസർഗത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവ സ്വഭാവം ഉണ്ടാകും. പക്ഷേ ആ ദൈവ സ്വഭാവം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ദൈവ സംസർഗം ഉണ്ടാകണം. ദൈവ സംസർഗം ഉണ്ടാകണമെങ്കിൽ നമുക്ക് വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധി ഉണ്ടാകുവാനായിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അന്തരീക്ഷമാണ് പള്ളി. ഈ കാലഘട്ടത്തിലൊക്കെ ഞാൻ കുറേ അധികം കലഹിക്കുന്നതിൻ്റെ കാരണം ഇത് മനസ്സിലാകാതെ പോകുന്നു ജനങ്ങൾക്കെന്നുള്ളത് കൊണ്ടാണ്. പള്ളിയും പള്ളിയുടെ അന്തരീക്ഷവും എന്തിനാണ് എന്ന് മനസ്സിലാകാത്തവരുടെ എണ്ണം കൂടി വരുന്നു. അതുകൊണ്ട് പള്ളിക്കും പള്ളിയുടെ പരിസരത്തും എന്തും കാണിക്കാം എന്നൊരു ധൈര്യം ഇപ്പോൾ ഉണ്ടായി. പണ്ട് അങ്ങനെ, ഞങ്ങളുടെ കാലത്ത് അങ്ങനെ ഒരു ധൈര്യമില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ധൈര്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്താണെന്ന് അറിയുന്നില്ല. ഈ അന്തരീക്ഷം എന്താണെന്ന് അറിയുന്നില്ല. ആരൊക്കെയോ പറഞ്ഞത് വെച്ച് പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ചെരുപ്പൊക്കെ ഊരി വെളിയിലൊക്കെ ഇട്ട് കയറും എന്നൊക്കെ ഉള്ളതല്ലാതെ അത് ഉള്ളിലോട്ട് പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണല്ലോ ചെരുപ്പ് ഊരി വെളിയിലിട്ട് പള്ളിയിൽ കയറി ഇരുന്നാലും പൊതുയോഗത്തിൽ കയ്യേറ്റവും തെറിവിളിയും വരെ ഉണ്ടാകുന്നു. ചെരുപ്പ് അവിടെ കിടക്കും. ഇവിടെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞ്, പലയിടത്തുണ്ട്. പള്ളി എന്താണെന്ന് അറിയില്ല. പെരുന്നാളുകളെ കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ഒന്നുകൂടെ. ഇത് പറഞ്ഞുകൊണ്ടേ ഇരുന്നാലേ പറ്റുകയുള്ളൂ. പക്ഷേ ഞാൻ എത്രമാത്രം പറയുന്നു, അതിൻ്റെ വാശിപ്പുറത്ത് കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിൽ ഇരട്ടി തുള്ളലും കൂത്തലുമാണ് പള്ളികളിൽ. കാരണം മനസ്സിലാകുന്നില്ല.
ഇത് ലൈവ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എന്നെ കേൾക്കുന്ന വിദേശത്തുള്ള സഭാമക്കളോടും സഹോദരങ്ങളോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഈ പള്ളി അന്തരീക്ഷത്തിൽ നടക്കുന്ന ഈ തുള്ളലിനും ചാട്ടത്തിനുമൊക്കെ പണം സ്പോൺസർ ചെയ്യുന്നത് കൂടുതലും വിദേശത്തു നിന്നാണെന്നൊരു കേൾവി. അറിയില്ല, സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നാം ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇത് വലിയ ഒരു തുള്ളലിനും ബഹളത്തിനും വലിയ ശബ്ദകോലാഹലങ്ങൾക്കും ഉള്ളതൊന്നാണ് എന്ന് എങ്ങനെയോ നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇത് ഓരോ വർഷം കഴിയും തോറും കൺട്രോൾ വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. പൊതുയോഗം കൂടുമ്പോൾ ഇതിനെതിരെ ശബ്ദിക്കാൻ ഒരു മനുഷ്യനില്ല പൊതുയോഗത്തിൽ. പറയണമെന്ന് വിചാരിച്ചാൽ തന്നെ കുറച്ചു പേര് ഭയപ്പെട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഓരോ വർഷം കഴിയും തോറും പള്ളിയും പള്ളിയുടെ അന്തരീക്ഷവും വിശുദ്ധരാക്കുന്നില്ല എന്ന് മാത്രമല്ല, മലിനസമാക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഞാൻ പറയട്ടെ, പള്ളി, ദൈവാലയം ഒരു ടീനേജ് ഗേളിനെ, ഒരു ബാലികയെ വിശുദ്ധമാക്കിയ ഇടമാണ്. ഇടവക എന്ന് പറഞ്ഞാൽ ഇടയന്റെ വകയാണ്. അവിടേക്കാണ് നാം പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ വിശുദ്ധിയെക്കുറിച്ച് ധ്യാനിക്കണം. ഈ പള്ളിയുടെയും നമ്മുടെ എല്ലാ പള്ളികളുടെയും സഭയുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം നമ്മെ വിശുദ്ധരാക്കുക എന്നത് മാത്രമാണ്. അതല്ല എങ്കിൽ പള്ളിയൊന്നും വേണ്ട. നിങ്ങൾക്ക് കൂട്ടായ്മ ആചരിക്കാൻ പള്ളിയുടെ ആവശ്യമുണ്ടോ? ഇതിന് വെളിയിൽ കൂടിയ പോരെ. ഈ കൗദാശിക ജീവിതത്തിലൂടെ അല്ലാതെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ അല്ലാതെ നമുക്ക് വിശുദ്ധരാകാൻ കഴിയില്ല. വിശുദ്ധരല്ലെങ്കിൽ സംസർഗമുണ്ടാവുകയില്ല. സംസർഗമുണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് ദൈവ തേജസ്സിലേക്ക് വളരുവാൻ കഴിയില്ല. ഒരു ദൈവശാസ്ത്രം പറഞ്ഞാൽ എനിക്കറിയില്ല, ഇപ്പം അതൊന്നും പറയാനായിട്ട് പാടില്ല എന്നാ പറയുന്നത്. എല്ലാവരെയും ചിരിപ്പിക്കുന്ന പ്രസംഗമൊക്കെ പറയണം. എന്തിനാ ദൈവം മനുഷ്യനായി തീർന്നത്? എന്തിനാണ് ദൈവം കാൽവറിയിൽ യാഗമായത്? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ് വീണ്ടെടുത്ത് തരുവാൻ വേണ്ടി ദൈവം മനുഷ്യനായി, ദൈവം യാഗമായി നമുക്ക് വേണ്ടി ബലിയായി തീർന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ദൈവം, ആ യേശുതമ്പുരാൻ സ്ഥാപിച്ച വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള വിശുദ്ധ കൂദാശകൾ നടക്കുന്ന ഈ അന്തരീക്ഷം നമ്മെ ദൈവികരാക്കേണ്ടതാണ്. അതിനാണ് പള്ളി, അതല്ലാതെ മറ്റൊന്നിനുമല്ല. എല്ലാവരും ഇപ്പൊ ചോദിക്കുന്നത് പെരുന്നാളെന്ന് പറഞ്ഞ പെരിയ നാളല്ലേ, വലിയ നാളല്ലേ? ഓരോ ആഘോഷത്തിനും അതിൻ്റെ ക്രമമുണ്ട്. ക്രമമല്ലാതെ കാണിക്കുന്ന എല്ലാം അക്രമമാണ്. ഇപ്പൊ ഒത്തിരി അക്രമമാണ് കാണിക്കുന്നത്. പ്രളയം എന്ന് പറഞ്ഞാൽ എന്താ? ലയം നഷ്ടപ്പെടുന്നിടത്ത് പ്രളയം, ക്രമം നഷ്ടപ്പെടുന്നിടത്ത് അക്രമം. അക്രമം കാണിക്കാൻ തുടങ്ങിയെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നാം ഒന്ന് തിരിച്ചു പിടിക്കണം. ഇതിനെ കൈവിട്ടു പോവുകയാണ്. ഓരോ പ്രാവശ്യം ദൈവാലയത്തിൽ വന്ന് തിരികെ പോകുമ്പോഴും അല്പം കൂടെ വിശുദ്ധി പ്രാപിച്ചു പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഇതിനിടയ്ക്കൊക്കെ ഉണ്ട്. ഇത് എത്രയോ ആളുകളുടെ കണ്ണുനീര് വീണ ഒരു സ്ഥലമായത്. ചിലപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട്. ആരും കാണാതെ കരയാൻ അവർ പരിശ്രമിക്കുകയാണ്. ഈ പള്ളിയിൽ നിന്ന് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കാനായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഹൃദയം നുറുങ്ങി നമ്മൾ കാണുന്നുണ്ട്. കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് ചില ആളുകൾ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരുന്നത്. അപ്പോൾ അവരുടെ കരച്ചിൽ അതിനു മുമ്പേ ആരംഭിച്ചതാണ്. അങ്ങനെയൊക്കെ വരുന്ന ചില ആളുകളുണ്ട്. ഞാൻ പറയും, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ എങ്കിലും നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ വിനീതമായി
എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഇത് വിശുദ്ധ അന്തരീക്ഷമാണ്. ഇത് വിശുദ്ധി പ്രാപിക്കാനുള്ള അന്തരീക്ഷമാണ്. ഇത് നിത്യജീവന്റെ സോഴ്സ് സെന്ററാണ്. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. ദൈവം നമുക്ക് ദാനമായി നൽകിയ നിത്യജീവൻ ഇവിടെ നിന്നാണ് കിട്ടുന്നേ. ആ ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതിനങ്ങേപ്പുറത്തേക്കുള്ള ഒന്നിലേക്കും പോകരുത് എന്ന് ഒന്നാമത് പറയട്ടെ. അപ്പൊ ദൈവമാതാവിൻ്റെ പെരുന്നാളിൽ ദൈവമാതാവിൻ്റെ വിശുദ്ധി പ്രാപിക്കുവാനും ആ വിശുദ്ധിയിലേക്ക് ഇറങ്ങുവാനും ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ കുറേയേറെ നാളായി നിങ്ങളുടെ ഒരാവശ്യം രണ്ടാവശ്യം ദൈവത്തോട് കരഞ്ഞു വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ചിലരൊക്കെ ഉണ്ട്. ദൈവം കേൾക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. ദൈവത്തിന് ഇടപെടണമെന്നും ആഗ്രഹമുണ്ട്. എന്നാൽ ദൈവത്തിന് ഇടപെടാൻ ഇറങ്ങാൻ ഒക്കാത്ത അശുദ്ധി എന്തോ ഒക്കെ എവിടെയുണ്ട്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ കാണും, ഒന്നുകിൽ നിങ്ങളുടെ കുടുംബത്തിൽ കാണും, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ കാണും, നിങ്ങളുടെ ബന്ധങ്ങളിൽ കാണും. ദൈവം പ്രാർത്ഥന കേട്ടിട്ടും ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ദൈവം വിശുദ്ധിയിലേക്ക് ഇറങ്ങുകയാൻ സാധിക്കുകയുള്ളൂ. കന്യകമറിയാം ചോദിച്ചിട്ടാണോ ഇറങ്ങി? ചോദിക്കാതെ ഇറങ്ങിയില്ലേ? ഇത് നമ്മുടെ എല്ലാവരുടെയും സാധ്യതയാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം. ഇതൊരു വലിയ സ്ട്രഗിളാണ്, ഒരു വലിയ പോരാട്ടമാണ്. ഈ അശുദ്ധിയുള്ള ലോകത്തിൽ വിശുദ്ധരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പോരാട്ടമാണ്. അത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് എൻ്റെ വിചാരം. മക്കളോടൊക്കെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. തിരുമേനി ഇപ്പോഴും മൊബൈൽ ഫോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ സന്ധ്യാനമസ്കാരത്തിന് മുമ്പ് ഇത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. നിങ്ങളെക്കാട്ടിലൊക്കെ ഉത്തരവാദിത്വമുള്ള ഒരാളാണ് ഞാൻ അത്യാവശ്യമായും ഇത് കഴിഞ്ഞ് 1-2 ഫോൺ കോളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, വളരെ എമർജൻസി ആയിട്ടുള്ള. എന്നിട്ട് പോലും ഞാനിത് ഓഫ് ചെയ്ത് എൻ്റെ പോക്കറ്റിലിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പള്ളിക്കകത്താണെന്നുള്ളൊരു ബോധമുള്ളതുകൊണ്ടാണ്. അവിടെ നിങ്ങളൊക്കെ പള്ളിയിൽ വരുമ്പോഴേ ഇത് കൊണ്ടുവരണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാനൊക്കെ ഒന്ന് പഠിക്കണം. രണ്ടാമത് മാതാവിനെ കുറിച്ചുള്ള ഈ സന്ധ്യയിലെ ധ്യാനം പ്രതിബദ്ധത. ഒന്നാമത് പറഞ്ഞത് വിശുദ്ധിയാണ്, രണ്ടാമത്തേത് പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ്. ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദൂതൻ വന്ന് ഈ പെൺകുട്ടിയോട് പറയുകയാണ്, നീ ഗർഭിണിയാകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വയ്യാന്ന് വല്ലതും പറഞ്ഞു പോയിരുന്നെങ്കിലോ? ലോകത്തിനു വേണ്ടി ഒരു ത്യാഗം സഹിക്കുവാൻ തയ്യാറായ ഒരു അമ്മയാണ്, ലോകത്തിൻ്റെ അമ്മയാണ്. ഇവിടെ അച്ഛൻ കാനാവിലെ കല്യാണത്തിൻ്റെ കാരണം പറഞ്ഞല്ലോ. കാനാവിലെ കല്യാണത്തിന് പോയി, ആ വീട്ടിലൊരു കുറവുണ്ടായി. നമ്മളായിരുന്നു ആ വീട്ടിലെങ്കിൽ ആ വീട്ടുകാർക്ക് എന്ത് സംഭവിച്ചേനെ? ഒരുവിധം നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോലും പുറത്തിറങ്ങി നമ്മൾ പറയാവുന്നതെല്ലാം പറഞ്ഞിട്ട് പോരുന്ന ചില ആളുകളുണ്ട്. ഇവിടെ അവരുടെ വീട്ടിൽ വീഞ്ഞ് കുറഞ്ഞു പോയപ്പോൾ അതാരും അറിയാതെ പറയേണ്ടിടത്ത് പോയി മകനോട് പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു പ്രതിബദ്ധതയുണ്ട്. ഒരു വീട്ടുകാരുടെ വേദനയിൽ ഇടപെടാനായിട്ടുള്ള ഒരു താല്പര്യം അമ്മയ്ക്കുണ്ട്. വീണ്ടും എലിസബത്ത് ഗർഭിണിയായി. നസ്രയത്തിൽ നിന്ന് പോവുകയാണ് ഈ പെൺകുട്ടി. ഈ ബാലിക ഗർഭത്തിൻ്റെ ആദ്യ നാളുകളിലാണ്. സ്ത്രീകൾക്കൊക്കെ അറിയാം, പുരുഷന്മാർക്കും അറിയാം, ഗർഭത്തിൻ്റെ ആദ്യ നാളുകളിലുള്ള അസ്വസ്ഥതകളെ വകവയ്ക്കാതെ ഈ പെൺകുട്ടി പോവുകയാണ്. 90 മൈലുണ്ട് ഏകദേശം, മലനാടാണ്. കയറി പോവുകയാണ് എലിസബത്തിനെ കാണാൻ. എന്തിനാ പ്രിയമുള്ളവരെ പോയത്? ഒന്ന്, വാർദ്ധക്യത്തിൽ ഗർഭിണിയായ എലിസബത്തിനും ശാരീരിക ക്ലേശങ്ങൾ കാണും. അതിലും പ്രധാന ഒരു പ്രശ്നം എലിസബത്തിന് സംഭവിച്ചു കാണും. വാർദ്ധക്യത്തിൽ ഗർഭിണിയായതിനാൽ നാട്ടുകാരും വീട്ടുകാരും കളിയാക്കും, വീടിന് വെളിയിൽ ഇറങ്ങാതിരിക്കുകയായിരിക്കും. ഒറ്റപ്പെട്ടു പോയി.
കൂട്ടിരിക്കാൻ പോയതാ. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ. മറിയം എന്ന് പറയുന്ന പെൺകുട്ടി ഈ വാർദ്ധക്യത്തിലുള്ള അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ പോയി. എന്തൊരു കടപ്പാടത്! എന്തുകൊണ്ടോ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിബദ്ധതയോ കരുതലോ കരുണയോ ഒക്കെ വല്ലാതെ നഷ്ടപ്പെട്ടു പോവുകയാണ് നമുക്ക്. പെരുന്നാൾ ആഘോഷിച്ച് നാം ഇത് അവസാനിപ്പിക്കുമ്പോൾ ചടങ്ങുകളും ആഘോഷങ്ങളൊന്നും വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയും. പക്ഷേ കുറെ കൂടെ നമുക്ക് കരുതുവാൻ കഴിയേണ്ടതല്ലേ? നമുക്ക് കുറച്ചുകൂടെ കരുണ ഉണ്ടാകേണ്ടതല്ലേ? എത്രയോ ആളുകൾ, നിങ്ങൾ കണ്ണു തുറന്ന് നോക്കൂ, നിങ്ങൾ പരിശോധിക്കൂ. ഈ പള്ളിയിൽ നിങ്ങളുടെ കൂടെ ആരാധനയിൽ സംബന്ധിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളില്ലേ? പ്രയാസങ്ങളില്ലേ? എവിടെങ്കിലുമൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കേണ്ടതല്ലേ പ്രിയമുള്ളവരെ? എന്താണ് നാം ഇങ്ങനെ വല്ലാതെ മാറിപ്പോയത്? നാമൊക്കെ അങ്ങനെ പണ്ട് ചേർന്ന് നിന്നവരല്ലേ? അതിവിടെ ഇരിക്കുന്ന തലമുതിർന്നവർക്കെങ്കിലും അറിയാം. എനിക്ക് ഓർമ്മയുണ്ട്, വേനൽക്കാലത്ത് ഒരു പുരമേയാൻ അയൽവക്കക്കാരെല്ലാം കൂടെ കൂടുകയും സ്ത്രീകൾ അവിടെ ഇരുന്ന് പുഴുക്കുണ്ടാക്കുകയും കഞ്ഞി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കിണർ വൃത്തിയാക്കുവാനായിട്ട് അയൽവക്കക്കാരൊക്കെ കൂടുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അധിക നാളൊന്നും ആയില്ലല്ലോ ഈ പത്രാസൊക്കെ നമുക്ക് വന്നിട്ട്. പക്ഷെ അതിൻ്റെ ഒരു അംശമെങ്കിലും നമുക്കൊരു കരുതലിന് വേണ്ടി മാറ്റി വെക്കരുത്. ആരെയെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് നിർത്താൻ, ആരോടെങ്കിലുമൊക്കെ ഒരു അല്പസമയം അവരെ ഒന്ന് കേൾക്കുവാൻ, അവരോടുകൂടെ ഒന്ന് സമയം ചെലവഴിക്കുവാനൊക്കെ നമുക്കൊരു ബാധ്യതയില്ലേ പ്രിയമുള്ളവരെ? എന്തുകൊണ്ടാണ് നാം വല്ലാതെ നമ്മിലേക്ക് തന്നെ അങ്ങ് ചുരുങ്ങിപ്പോകുന്നത്? ഞാനെന്ന് മാത്രം എന്തുകൊണ്ടാണ് നമ്മൾ വല്ലാതെ ചിന്തിക്കുന്നത്? അമ്മ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഈ പദ്ധതിയിൽ എന്താകും? തീർച്ചയായും ദൈവത്തിൻ്റെ പദ്ധതി നടക്കും. പക്ഷെ അമ്മയുടെ ഒരു യെസ്, കാനാവിലെ കല്യാണത്തിന് അവരുടെ ദുഃഖത്തോട് ചേർന്ന് നിന്ന ഒരമ്മ, ഒറ്റപ്പെട്ടു പോയ ഒരമ്മയ്ക്ക് കൂട്ടിരിക്കാൻ പോയ ഒരമ്മ, ഇത് ഈ പെരുന്നാളിൽ നമ്മുടെ ധ്യാനമാകേണ്ടതല്ലേ? നമുക്ക് കുറെ കൂടെ വിശാലമായി മറ്റുള്ളവരെ കരുതുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകേണ്ടതല്ലേ? അതല്ലാതെ പെരുന്നാൾ പൂർവാധികം ഭംഗിയായി നടത്തി അവസാനിപ്പിക്കേണ്ടത് മാത്രമാണോ പെരുന്നാൾ? അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. വാക്കുകൾ അവസാനിപ്പിക്കും. ഒന്ന്, നമുക്ക് വിശുദ്ധരായെങ്കിലേ സാധിക്കൂ. നാം എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ, അല്ലേ? അതുകൊണ്ടാണല്ലോ ഈ പള്ളി വന്നിരിക്കുന്നത്. അപ്പൊ ദൈവം വാഗ്ദാനം ചെയ്ത സ്വർഗരാജ്യവും നിത്യജീവനും ഒക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അല്ലേ? അതനുഭവിക്കുവാൻ വേറൊരു മാർഗവും ഇല്ല പ്രിയമുള്ളവരെ. വിശുദ്ധരായാലും അനുദപിക്കുക, വിശുദ്ധരാകുക, അനുദപിക്കുക, വിശുദ്ധരാകുക, ഇതല്ലാതെ മാർഗമില്ല. രണ്ടാമത്, അങ്ങനെ നാം വിശുദ്ധിയിൽ വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ ആത്മീയത നമ്മുടെ ബന്ധങ്ങളിൽ വെളിപ്പെട്ടു വരും. യുവർ സ്പിരിച്വാലിറ്റി, മൈ സ്പിരിച്വാലിറ്റി റിവീൽസ് ഇൻ മൈ റിലേഷൻഷിപ്പ് വിത്ത് അതർ പീപ്പിൾ. എൻ്റെ ആത്മീയത വെളിപ്പെടുന്നത്, എൻ്റെ വിശുദ്ധി വെളിപ്പെടുന്നത്, അത് മറ്റുള്ളവരോടുള്ള എൻ്റെ ബന്ധത്തിൽ, അവരെക്കുറിച്ച് കരുതുമ്പോൾ, അവരെ ചേർത്ത് നിർത്തുമ്പോൾ, അവരോട് നമ്മുടെ സമയവും പണവും താലന്തുമൊക്കെ അല്പമെങ്കിലും പങ്കിടുമ്പോഴാണ് നാം ഒരു ക്രിസ്ത്യാനിയാകുന്നു. ജീവിതവും ജീവനും അറുത്തു മുറിച്ച് ക്രൂശിൽ തന്ന ദൈവത്തിൻ്റെ പങ്കിടലിലൊന്നും വരാനായിട്ട് നമ്മളായിട്ടില്ല. പക്ഷേ നാം ശ്രദ്ധിച്ചാൽ കുറേയെങ്കിലും സാധിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. അതുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് രണ്ട് വാക്കെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം: വിശുദ്ധിയും പ്രതിബദ്ധതയും.
ദൈവം അനുഗ്രഹിക്കട്ടെ.